മിക്സ് സ്പൈസസിൻ്റെ പുതിയൊരു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ബട്ടർഫ്ലൈ ഷ്രിംപ്സ് ആണ്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഇവിടെ ഷ്രിംപ്സ് ഒക്കെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതേപോലെ ഒന്ന് നടുകിനെ ഒന്ന് മുറിച്ചും വെച്ചിട്ടുണ്ട്. അപ്പോൾ മുറിച്ച് കഴിയുമ്പോഴത്തേക്ക് അതിനുള്ളിൽ ഇതേപോലെ ഒരു ബ്ലാക്ക് കളർ സാധനമുണ്ട്. അതും കൂടെ നമ്മൾ ഇതിൽ നിന്ന് എടുത്ത് കളയണം. അപ്പം എല്ലാം ഞാൻ അതേപോലെ എടുത്ത് കളഞ്ഞ് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ എല്ലാ ചെമ്മീനും അങ്ങനെ തന്നെയുണ്ട് വെച്ചേക്കുന്നത്, കണ്ടോ. വേണ്ടെങ്കിൽ നിങ്ങൾക്ക് വാലെടുത്ത് കളയാം കേട്ടോ. ഇനി നമുക്കിതൊരു അരമണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കുന്നുണ്ട്, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഗാർലിക് പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഗാർലിക് ജിഞ്ചർ പേസ്റ്റ് ആണെങ്കിലും ഇട്ട് കൊടുക്കാം. ഞാൻ ഇതിനകത്ത് ഗാർലിക് പൗഡർ മാത്രമേ കുറച്ച് ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഈ ലെമൺ പെപ്പർ സീസണിങ് ആണ്. അതില്ലെങ്കിൽ കുറച്ച് ലെമണും പെപ്പറും കൂടി ഇട്ട് കൊടുത്താൽ മതി. ലെമൺ പെപ്പർ സീസണിങ്. നമ്മുടെ ചെമ്മീൻ ഒരു കേടുപാടും പറ്റാണ്ട് വേണം നമ്മളൊന്ന് മാരിനേറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഒരു അരമണിക്കൂറോളം ഇതും ഇരിക്കട്ടെ. പ്രോൺസ് ഡിപ്പ് ചെയ്യുന്നതിന് ആവശ്യമായ മൈദമാവ് ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ഞാൻ ക്രഷ്ഡ് ചില്ലിയാണ് ചേർക്കുന്നത്. ഏകദേശം 1 ടീസ്പൂണോളം ക്രഷ്ഡ് ചില്ലി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊക്കെ കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു കോഴിമുട്ടയാണ് എടുത്തേക്കുന്നത്. അത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. എനിക്ക് ഈ ബട്ടർഫ്ലൈ പ്രോൺസ് റെഡിയാക്കാൻ വേണ്ടി 2 കോഴിമുട്ടയാണ് ആവശ്യം വന്നത്. ഇപ്പം നന്നായിട്ട് ഞാൻ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ പ്രോൺസ് ആണ്. നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച പ്രോൺസ് ആണ്. അതിനി നമുക്ക് ആദ്യമേ തന്നെ മൈദമാവിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. എണ്ണ ഇപ്പം ചൂടായിട്ടുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ വെച്ചേക്കുന്നത്. അപ്പോൾ നമ്മുടെ ബട്ടർഫ്ലൈ ഷ്രിംപ്സ് ഓരോന്നായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ക്രഷ്ഡ് ചില്ലിക്ക് പകരം കാശ്മീരി ചില്ലി പൗഡർ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ഷ്രിംപ്സിന് ഒരു നല്ല ചുമന്ന കളർ ഉണ്ടാവും. ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ക്രഷ്ഡ് ചില്ലിയാണ് യൂസ് ചെയ്തേക്കുന്നത്. അതാണ് ഇത്ര കളറില്ലാത്തത്. മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ. ഇനി ഇതൊന്ന് നമുക്കൊന്ന് തിരിച്ചിടാം. ചെമ്മീൻ അധികം വേവൊന്നുമില്ല, വേഗം തന്നെ നമുക്ക് ഫ്രൈ ആയി കിട്ടും. ഇവിടെ നമ്മുടെ ബട്ടർഫ്ലൈ ഷ്രിംപ്സ് ഫ്രൈ ആയിക്കൊണ്ടേ ഇരിക്കുവാണ്. ഇപ്പം നമ്മളുടെ ബട്ടർഫ്ലൈ ഷ്രിംപ്സ് നല്ല ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇതിനെ എണ്ണയിൽ നിന്ന് മാറ്റാം.
അപ്പോൾ ഈ ഒരു ചെറിയൊരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയറും ചെയ്യണം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത വ്ലോഗിൽ കാണാം.